ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ പല സൈഡ് എഫക്ട്സും നമ്മൾ കണ്ടു. പക്ഷേ ഇത്ര ഭയാനകമായൊരു വെർഷൻ ഇതാദ്യമാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ്. പലയിടത്തും അക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടാകുന്നു. പക്ഷേ ഇതുണ്ടല്ലോ, കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. ഒരു ദൈവം സഹായിച്ച് അതിന് പരാതി ഉണ്ടാവില്ല. കാരണം തൂഫാൻ എഫക്റ്റ് പല രീതിയിലാണ് ഇത്തരം ലഹരിക്ക് അടിമപ്പെട്ടവർ പ്രതികരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെയുള്ളൊരു ലഹരി കിട്ടാതാകുമ്പോൾ എന്തു ചെയ്യും. അപ്പോൾ അവർ ചിലപ്പോൾ ചിലർ അക്രമാസക്തരാകും. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു മോഹൻലാൽ ആരാധകൻ എന്ന് പറഞ്ഞ ഒരാളുടെ അക്രമം ഉണ്ടായി. അതെന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെട്ട് സമനില തെറ്റിയ ചെറുപ്പക്കാരൻ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിലെങ്ങാണ്ട് NGO ക്വാർട്ടേഴ്സിൻ്റെ അവിടെ വെച്ച് 3 പേര് 2 പിള്ളേരെ അടിച്ച് ഒരുത്തും കോമയിലൊക്കെ ആകുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി. അത് ഇതുപോലെ കഞ്ചാവ് അടിച്ച് MDMA അടിച്ചുകൊണ്ട് നടന്നവർ മദ്യപിച്ച് ഓവറാകുന്നതാണ് കാണുന്നത്. കാരണം അവർ അതിനനുസരിച്ച് കള്ളു കുടിക്കും. കള്ളു കുടിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? കൺട്രോൾ പോകും. അതേസമയം കഞ്ചാവ് അടിച്ചിരുന്നതിൽ മൂലക്കിരിക്കേണ്ട ആൾക്കാരാന്ന് തോന്നുന്നു. പക്ഷെ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ലഹരി, ആ രാസവസ്തു എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ശാസ്ത്രലോകം അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ ഈ ഡ്രഗ് അധികം പേര് ഉപയോഗിച്ചിട്ടുണ്ടെന്നും തോന്നുന്നില്ല. കുറച്ച് പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ചാണകത്തിൽ നിന്നുമാണ് ഈ ഡ്രഗ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ISROയിലെ ഏതോ ശാസ്ത്രജ്ഞൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ചാണകത്തിൽ ഇത്ര മാരകമായൊരു ഡ്രഗ് ഉണ്ട് എന്നുള്ളത് വളരെ വൈകിയാണ് ശാസ്ത്രലോകം മനസ്സിലാക്കിയത്. അത് ഒരുപാട് വർഷം നിരന്തരം ഉപയോഗിച്ചെങ്കിലേ ഈ അവസ്ഥ വരത്തുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ നല്ല എനർജി ആണെന്ന് തോന്നുന്നു. മണ്ടത്തരങ്ങളാണ് സാധാരണ ഈ ഡ്രഗ്സ് ഉപയോഗിച്ചാൽ, അല്ല ഈ വക സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറയാറെന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അത് മാറി വെളിവില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന കൗഡോങ് പ്ലൂട്ടോണിയ എന്ന് പറയുന്ന ഒരു മാരക രാസവസ്തുവാണ് ഇത്തരം മെൻ്റൽ ഡിസോർഡറിന് കാരണമാകുന്നത് എന്ന് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. റീസെൻ്റ് റിസർച്ച് ഷോസ്. പക്ഷെ ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഒരു മനുഷ്യന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് അതെന്ത് തരം ലഹരി ഉപയോഗിച്ചിട്ടാണെങ്കിലും മാനസിക നില ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ റീഹാബിലിറ്റേഷനും അല്ലെങ്കിൽ അഡിക്ഷനും ഒക്കെയാണ് ഇതിനൊരു പ്രതിവിധിയായിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്ന മനുഷ്യന് ഈ പ്രായത്തിൽ ഇങ്ങനെ സംഭവിച്ചതിൽ വളരെ ഖേദമുണ്ട്. കാരണം മുമ്പൊന്നും വലിയ കുഴപ്പമില്ലാതെ സർക്കാസൊക്കെ അടിച്ചതാണ്. പക്ഷേ ഇത് ഇച്ചിരി കൂടിപ്പോയി. എന്ത് ചെയ്യുമല്ലേ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ? ഇതൊരവസ്ഥയല്ലേ? അതായത് ഒരു പ്രതിഷേധമാണ്. എന്തുകൊണ്ട് പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ 10 പിള്ളേർ ആത്മഹത്യയൊക്കെ ചെയ്തെന്നേ. ഒരവസ്ഥയൊന്നും ഓർത്ത് നോക്കി. എന്ത് കാരണം കൊണ്ടാണ്? അവിടെ ഒരു കറപ്ഷനോ അല്ലെങ്കിൽ അവിടെ ഒരു അനീതിയോ അല്ലെങ്കിൽ അനാസ്ഥയോ നടന്നില്ലേ? അനീതി, അനാസ്ഥ, മറ്റേതാണ് അഴിമതി, അനാസ്ഥ, അനീതി. ഇത് 3 നടന്നിരിക്കുന്നു സുഹൃത്തെ. ഇനി ഒരു അനീതിയും കൂടെ നടക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ബലാത്സംഗമൊക്കെ മറ്റൊരു അനീതിയാണ്. അവിടെ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, പലരുടെയും ഭാവി നശിക്കുന്നു. എന്നാൽ ഇതിനൊന്നും യോഗ്യരല്ലാത്തവർ പരീക്ഷ പേപ്പർ ചോർത്തി പരീക്ഷ പാസ്സായി. ചിലപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉന്നത വിദ്യാഭ്യാസം നേടിയെന്നിരിക്കാം, താല്പര്യമില്ലാത്ത ഒരു ജോലിയിൽ പ്രവേശിച്ചിരിക്കാം. പിന്നീട് അവരുണ്ടാക്കുന്ന ദുരന്തങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ചികിത്സാ പിഴവ്, അല്ലെങ്കിൽ പാലം പൊളിഞ്ഞു വീഴൽ, ഒരുപാട് പേരുടെ ജീവൻ അപായത്തിൽപ്പെടുത്തുന്ന തരത്തിലുള്ള ചില ജോലിക്കാർ. അങ്ങനത്തെ ജോലിക്കാരുണ്ട് ഇവിടെ. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ തൊഴിലാളികൾ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരുടെ പ്രഷറാണ് പലരും ഡോക്ടറായത്, പലരും എഞ്ചിനീയറായി, പലരും പലതുമായി. പക്ഷേ ആ കുട്ടിയുടെ താല്പര്യം എന്ത് എന്നുള്ളത് ഇവിടുത്തെ പേരൻസിൻ്റെ വിഷയമല്ല. എല്ലാവരും പഠിപ്പിച്ച് അങ്ങ് ഭയങ്കര ഉന്നത നിലയിലെത്തിക്കണം. ഉന്നത നിലയെന്ന് പറഞ്ഞാൽ ഡോക്ടർ, എഞ്ചിനീയർ, മറ്റേ IT. അതിൽ താഴ്ന്നതെല്ലാം വളരെ മോശം ജോബാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്നവരെല്ലാം കൂടുതലും മറ്റുള്ളവരുടെ ഇത്തിരി കഴിവുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ സർവീസുകളോ എന്നും ദൈനംദിന ജീവിതത്തിൽ ആവശ്യമുള്ളവരാണെന്ന് പോലും തിരിച്ചറിയാതെ തൊഴിലുകൾക്കൊരു മാന്യതയില്ലാത്തൊരു സമൂഹം ആയതുകൊണ്ട് പല രീതിയിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇതുപോലത്തെ ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ ഈ നിലയിൽ എത്തിച്ചില്ലേ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ടാണെങ്കിലും എങ്ങനെയും ഇവിടെ എത്തിയാൽ മതിയെന്ന് ഇവർ മനസ്സിലാക്കിയിരിക്കും. എന്നാൽ അങ്ങനെയല്ല. അവിടെ എത്തേണ്ടവരെത്തിയില്ലെങ്കിൽ വേറെ ചിലർ എത്തേണ്ടാത്ത സ്ഥലങ്ങളിൽ എത്തിപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? സാധാരണക്കാരായ മനുഷ്യരും നിങ്ങൾ ഉൾപ്പെടെ. കാരണം നിങ്ങളെപ്പോലുള്ള മറ്റു ചിലർ ഇതേപോലെ തന്നെ കുറച്ച് പേരെ ഷോർട്ട് കട്ട് വഴി കയറ്റി വിട്ടവരാണ് നിങ്ങളിൽ പലരെയും ഇപ്പോൾ ചികിത്സിക്കുന്നതും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട് പണിഞ്ഞതും, നിങ്ങളുടെ വണ്ടിയുടെ മാനുഫാക്ചറിങ് നടത്തിയതൊക്കെ അങ്ങനെയുള്ളവർ തന്നെയാണ്. ആ ഒരു കറപ്ഷൻ മനസ്സിലാവാതെ പോയാൽ അത് നമുക്ക് തന്നെ അപകടമാകുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലാവാത്തൊരു സമൂഹമായതുകൊണ്ട്
നമുക്കെങ്കിലും കാശ് ഉണ്ടാക്കിയാൽ മതിയല്ലോ, കാശാണല്ലോ എല്ലാം. അപ്പോൾ കാശ് കൊടുത്താൽ കിട്ടാത്ത സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ചിലതൊന്നും അങ്ങനെ കാശ് കൊടുത്താൽ കിട്ടത്തില്ല, ചിലതൊന്നല്ല മിക്ക സാധനവും കിട്ടാത്തത് തന്നെയാണ്. അതിപ്പോൾ കിട്ടുന്നത് നേരത്തെ ഉള്ളവർ ഇങ്ങനെ കാശ് കൊടുത്തല്ല അത് മേടിച്ചത്, അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നം തൽക്കാലമില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ കാശൊന്നും ഉണ്ടാകത്തില്ല കൊടുക്കാൻ. ജീവനുണ്ടെങ്കിലല്ലേ കാശുള്ളൂ. പലരും മരിക്കുമ്പോൾ അവരുടെയൊക്കെ ബാങ്കിലൊക്കെ ഒരുപാട് പൈസയൊക്കെ ഉണ്ടാകുന്നു, വലിയ വീടുണ്ടാകുന്നു, കോടികളുടെ വീടൊക്കെ സമ്പാദിച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ കയറി താമസിക്കുമ്പോൾ മരിച്ചു പോവുക. പിന്നെ ഇപ്പോൾ വീട് അനാഥമായിട്ട് കിടക്കുകയാണ്. എന്തൊക്കെ അവസ്ഥകളാണ് ഈ നാട്ടിൽ. ഇതൊന്നും കണ്ടാൽ മനസ്സിലാവുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ പ്രശ്നം എന്തോ അല്ലേ? അതിനിടയിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു കമന്റ് പറയുമ്പോൾ ആ കാര്യം മനസ്സിലായത് എത്രത്തോളം എന്ന് ചിന്തിക്കുമ്പോൾ പലരും എന്നോട്, ഞാൻ മുടിയും താടിയൊക്കെ വളർത്തി, നീ കഞ്ചാവല്ലേ, നീ മറ്റേതല്ലേ, നീ NDM അല്ലേ, നിനക്ക് തൂഫാൻ കാരണം സാധനം കിട്ടാത്തതിന്റെ കുഴപ്പമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്ത് കിട്ടാത്തതിന്റെ കുറവാണ്? ചാണകത്തിൽ പ്ലൂട്ടോണിയം അല്ല കൗട്ടൺ പ്ലൂട്ടോണിയ എന്ന് പറയുന്ന ഈ ഡ്രഗ് കിട്ടാത്തതിന്റെ ആണോ, അതോ മൂത്രം കുടിക്കാത്തതിന്റെ പ്രശ്നം തന്നെയാണോ പശുവിൻ്റെ ഒക്കെ? അല്ല, ഇവര് വേറൊന്നും ചെയ്യുന്നതായിട്ട് എനിക്കറിയത്തില്ല. എക്സ്ട്രാ അല്ല വേറൊന്നെങ്കിലും എന്തെങ്കിലും ബീഫ് കഴിക്കത്തില്ല, ഇറച്ചി ചിക്കനെ കഴിക്കുമായിരിക്കും അല്ലേ? രാഷ്ട്രത്തെ സേവിക്കുകയാണെന്നാണ് പറയുന്നത്. രാജ്യത്തിന്റെ നന്മയ്ക്കാണോ ഇതൊക്കെ പറയുന്നത്? ഒരു രാജ്യത്തിന്റെ നന്മയ്ക്കാണോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർന്നു പോകുന്നത്? ഇത് എത്ര നാൾ കൂടി ഇരുന്ന് സംഭവിച്ചതാണ്? എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ഇതിനൊരു സിസ്റ്റമാറ്റിക് കറക്ഷൻ ആവശ്യമില്ലേ? ഈ സിസ്റ്റം മൊത്തത്തിൽ ഒരു കറക്റ്റഡ് സിസ്റ്റം അല്ലേ? ഞാൻ പറയുന്നത് ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷനും ജുഡീഷ്യറി അടക്കം എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്, എല്ലാം സമയം കളയുന്ന സംഭവങ്ങളാണ്. കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ റിവൈസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞ സാധനമാണ്. ഇത് ഇപ്പോഴും ഇതും പൊക്കി പിടിച്ചുകൊണ്ട് അംബേദ്കർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കുറച്ച് അംബേദ്കറിന്റെ ഇപ്പുറത്ത് ഒരാൾ വന്നോട്ടെ, അല്ലെങ്കിൽ ഒരു ടീം ഇരുന്ന് ഈ സാധനം ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യണ്ടേ? ഇത് എന്നത്തെ സംഭവം ഏതോ കാലത്തുണ്ടാക്കിയത് ഇപ്പോഴും താങ്ങി പിടിച്ചാണ്. അംബേദ്കർ മോശക്കാരനൊന്നുമല്ല, വളരെ നല്ല മനുഷ്യനാണ്, സൂപ്പറാണ്. ഇതൊക്കെ അന്നത്തെ കാലത്ത് വേണ്ടതാണ്. പല സൈഡിൽ നിന്നൊക്കെ പുള്ളി ഡേറ്റയൊക്കെ കളക്ട് ചെയ്ത് ഒരു കമ്പൈൽഡ് സാധനം ഇറക്കി തന്നിട്ടുണ്ട്. സംഭവമൊക്കെ കൊള്ളാം. ഓക്കെ, അങ്ങനെ മാത്രമല്ല അതിൻ്റെ പുറകിൽ ഒരുപാട് പേര് കാണും. അപ്പോൾ അങ്ങനെ ആ സാധനം ഉണ്ടായി എന്നും പറഞ്ഞുകൊണ്ട് അതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ച് ഇങ്ങനെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് മാറ്റാനുള്ളത് മാറ്റാനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉണ്ട്. അതിനകത്ത് പലതെടുത്ത് കളയേണ്ടതുണ്ട്, പുതിയ പല സാധനങ്ങൾ അതിനകത്ത് കൊണ്ടുവരേണ്ടതുമുണ്ട് എന്ന് എനിക്ക് നല്ല താല്പര്യമുണ്ട്. വളരെ അത്യാവശ്യമായി പിന്നെ ഇതിലും വലിയ ആവശ്യമൊന്നുമില്ല. ട്രാൻസ്പെറൻറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റം മൊത്തത്തിൽ മാറി. അവിടെ പലർക്കും ആർക്കും അങ്ങനെ വലിയ പവർ എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല. ഞാൻ കഴിഞ്ഞ ഇലക്ഷൻ മത്സരിച്ചപ്പോൾ ഇതൊക്കെ പറഞ്ഞാണ്. ഞാൻ ഇനി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഏത് വിഷയം ഉണ്ടായാലും അത് ട്രാൻസ്പെറൻസി ആയിട്ട് നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം. ഈ വീഡിയോ കാണുന്നവർ കണ്ടിട്ട് ഈ പറഞ്ഞ ആളെ കുറ്റം പറഞ്ഞത് മാത്രമല്ല, അതിനോടൊപ്പം ഇങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ആലോചിക്കുക, മറ്റുള്ളവർ സംസാരിക്കുക. ഗവൺമെന്റ് ഒക്കെ ട്രാൻസ്ഫർ ഉണ്ടായി നമുക്ക് ഈ ആപ്പ് വഴി എല്ലാം നടത്തി കിട്ടുന്ന ഗവൺമെന്റ് ഓൺ യുവർ ഫിംഗർ ടിപ്പ് എന്നൊക്കെ പറയുന്ന ആശയം വളരെ നല്ലതല്ലേ? അതിനെപ്പറ്റി എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ട്രാൻസ്ഫർ ആക്കേണ്ടത്, ആക്കി കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഇത് ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്ക്. എല്ലാവർക്കും ചിന്തിച്ചാൽ കിട്ടും കേട്ടോ. ഇത് എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നി ആലോചിച്ചപ്പോൾ. അതുകൊണ്ട് ഈ കൗട്ടൺ പ്ലൂട്ടോണിയ എന്ന് പറഞ്ഞ ഡ്രഗ്സ് കുറച്ച് ഉപയോഗിക്കണം സുഹൃത്തെ. ഇനി റീഹാബേ വഴിയുള്ളൂ.